കായംകുളം കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ അവതരിപ്പിച്ച ബജറ്റിന്മേലുള്ള ചർച്ച നടന്നു. സമഗ്ര മേഖലകളെയും പരിഗണിക്കുന്നതാണ് പഞ്ചായത്തിന്റെ ഈ വർഷത്തെ ബജറ്റ് എന്ന് ഭരണപക്ഷം പറയുമ്പോൾ ബജറ്റ് നിരാശാജനകമാണെന്നാണ് പ്രതിപക്ഷം പറയുന്നത്. ഭവന നിർമ്മാണം, കാർഷിക മേഖല, മാലിന്യ സംസ്കരണം എന്നിവയ്ക്ക് മുൻതൂക്കം നൽകി കായംകുളം കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക ബജറ്റ് അവതരിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം നടന്ന ബജറ്റ് അവതരണത്തിനു ശേഷം ബജറ്റിന്മേലുള്ള ചർച്ച പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു. പശ്ചാത്തല വികസന ഉൽപാദന മേഖലകൾക്ക് പ്രാമുഖ്യം നൽകുന്ന ബഡ്ജറ്റാണ് അവതരിപ്പിച്ചതെന്ന് ഭരണസമിതി പറഞ്ഞു. 9 ലക്ഷം രൂപ മാത്രമേ MGN ഓഫീസിൽ വക ഒഴിച്ചിട്ടുള്ളൂ. പക്ഷേ വക ഒഴിച്ചെന്ന് പറഞ്ഞ് ബഡ്ജറ്റിൽ കണ്ടാലും വീണ്ടും ഇത് ഫണ്ട് വരികയും നമ്മൾ എമൗണ്ട് അനുസരിച്ച് കൂട്ടാവുന്നതുമാണ്. അതുകൊണ്ട് അത് അടുത്ത റിവിഷനകത്ത് വരുന്നതിനനുസരിച്ച് മാറ്റം വരുത്തും. പിന്നെ ഉൽപാദന മേഖലയ്ക്കും കൃഷിക്കും നമ്മൾ 73,53,384 രൂപ വകയിരുത്തുന്നുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ കൃഷിക്ക് നല്ല രീതിയിൽ ഈ കഴിഞ്ഞ 23-26 സാമ്പത്തിക വർഷത്തിൽ കൃഷിക്ക് വേണ്ടി നല്ല പ്രോത്സാഹനം എല്ലാ വാർഡുകളിലും ചെയ്തിട്ടുണ്ട്. വിവിധ ഇനം കൃഷികൾ ചെയ്യാനുള്ള സാഹചര്യവും എല്ലാം ഉണ്ട്. കപ്പലണ്ടി കൃഷി, പിന്നെ ചെറുപയർ, എള്ളി കൃഷി, ഇതെല്ലാം ഓരോ വാർഡിൽ ചെയ്യാൻ ഉള്ള സാഹചര്യം ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും നമ്മുടെ ഗവേഷണവുമായിട്ട് ബന്ധപ്പെട്ട് അതിനുള്ള വിത്തുകൾ തരികയും പിന്നെ വളങ്ങൾ വരെ തന്ന് കൃഷി ചെയ്യാനുള്ള പ്രോത്സാഹനം എല്ലാവർക്കും ചെയ്തിട്ടുണ്ട്. എന്നാൽ പാവപ്പെട്ടവരെ സഹായിക്കുന്നതിനോ പട്ടികജാതി ക്ഷേമ പദ്ധതികൾക്കോ ബഡ്ജറ്റിൽ കാര്യമായ പരിഗണന നൽകിയിട്ടില്ലെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. ക്ഷേമ പ്രവർത്തനങ്ങൾ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്താത്തത് പഞ്ചായത്തിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് പ്രതിപക്ഷാംഗങ്ങൾ പറഞ്ഞു. തികച്ചും നിരാശാജനകമായ ഒരു ബജറ്റാണ്. ഈ ബജറ്റിൽ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ പാവപ്പെട്ടവരെ സഹായിക്കാനുള്ള യാതൊരു പദ്ധതിയില്ല. പട്ടികജാതി വിഭാഗങ്ങൾക്ക് വേണ്ട യാതൊരു ക്ഷേമ പ്രവർത്തനങ്ങളും കാര്യമായ രീതിയിൽ ഇതിനകത്ത് ഉൾക്കൊള്ളിക്കുന്നു. അപ്പം മൊത്തത്തിൽ നോക്കുമ്പം ഗ്രാമപഞ്ചായത്തുകൾ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഒരു പ്രാദേശിക ഭരണകൂടങ്ങളാണ്. ആ പ്രാദേശിക ഭരണകൂടം എന്ന നിലയിൽ കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് ഒട്ടനവധി ക്ഷേമ പ്രവർത്തനങ്ങൾ ഈ പഞ്ചായത്തിൻ്റെ 17 വാർഡുകളിലായി ചെയ്യാനുണ്ട്. അതൊന്നും ഈ ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിക്കാതിരുന്നത് തികച്ചും ജനങ്ങളോട് കാണിക്കുന്ന, സാധാരണക്കാരോട് കാണിക്കുന്ന, പാവപ്പെട്ടവരോട് കാണിക്കുന്ന ഒരു വെല്ലുവിളിയായി തന്നെ ഞാൻ അതിനെ കാണുകയാണ്. മുന്നൊരുക്കങ്ങളില്ലാതെ ഗ്രഹപാഠം ചെയ്യാതെയുള്ള ബജറ്റാണ് പഞ്ചായത്ത് അവതരിപ്പിച്ചതെന്നാണ് പ്രതിപക്ഷ ആരോപണം. ന്യൂസ് ബ്യൂറോ, കായംകുളം.